സുഹൃത്തുക്കളെ നമസ്കാരം. മറ്റൊരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഭാവഗായകൻ ശ്രീ പി ജയചന്ദ്രൻ ഓർമ്മയായിരിക്കുന്നു. ശ്രീ ജയചന്ദ്രനെ കുറിച്ച് പറയുമ്പോൾ പണ്ട് റേഡിയോയിൽ 80കളുടെ മധ്യം മുതൽ താല്പര്യപൂർവം ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്ന ശബ്ദമാണ് ശ്രീ പി ജയചന്ദ്രൻ്റേത്. യേശുദാസ് എന്ന ഗായകനുള്ളപ്പോഴും ശ്രീ പി ജയചന്ദ്രൻ്റെ ആ ഒരു ആലാപന രീതിയും ആ ഭാവഗരിമയും അദ്ദേഹത്തിൻ്റേതായ ഒരു ജയചന്ദ്രൻ ടച്ചുമൊക്കെ സംഗീതത്തെക്കുറിച്ച് ഒരു കടുകുമണി പോലും അറിവില്ലെങ്കിലും എന്നെയും എൻ്റെ തലമുറയിൽ പലരെയും ആകർഷിച്ച ഒരു ഗായകനാണ് ശ്രീ പി ജയചന്ദ്രൻ. അദ്ദേഹത്തിന് ഒരു വലിയ ആരാധക വൃന്ദമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളെക്കുറിച്ച് ഇപ്പോൾ നിങ്ങളെ പഠിപ്പിക്കേണ്ട, ക്ലാസ് എടുക്കേണ്ട ആവശ്യമില്ല. ഞാനൊക്കെ +2 പഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ പല ഗാനങ്ങളും പല ആവർത്തി കേട്ട ഓർമ്മയുണ്ട്. കേവലമർത്യ ഭാഷ കേൾക്കാത്ത തുടങ്ങി പിന്നെ അദ്ദേഹത്തിന് അംഗീകാരങ്ങളൊക്കെ കിട്ടിയ MSV സംഗീത സംവിധാനം നൽകിയ സുപ്രഭാതം, നീലഗിരിയുടെ സഖികളെ, പിന്നെ MSVയുടെ തന്നെ സ്വർണ്ണഗോപുര നർത്തകീ ശില്പം, അങ്ങനെ പോകുന്നു ആ പാട്ടുകൾ. ആ ലിസ്റ്റ് നീളുന്നതാണ്. 90കളിൽ TV-യിൽ കണ്ട, അതായത് ഒരു ലളിതഗാനം എന്നും നിങ്ങൾക്കും എനിക്കും മനസ്സിൽ പതിഞ്ഞൊരു ഗാനമാണ് ഒന്നിനി ശ്രുതി താഴ്ത്തിപ്പാടുക പൂങ്കുയിലെ എന്നോമലുറക്കമായി ഉണർത്തരുത്. ശ്രീ ജയചന്ദ്രന് മാത്രമേ ഇത്ര ഭാവതീവ്രതയോടുകൂടി പാടി ഫലിപ്പിക്കാൻ പറ്റൂ എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എൻ്റെ മാത്രമല്ല, വലിയൊരു വിഭാഗം ആസ്വാദകരും അത് തന്നെയാണ് വിശ്വസിക്കുന്നത്. മറ്റൊരു ഗായകനും ഇത്ര ഭാവതീവ്രമായി പാടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ശ്രീ ദേവരാജനായിരുന്നു സംഗീത സംവിധായകൻ ആ പാട്ടിൻ്റെ. അത് TV-യിൽ പല ആവർത്തി. പിന്നെ ശ്രീ ജയചന്ദ്രനെ പുതിയ തലമുറയുടെ ചർച്ചകളിലും മറ്റും അടയാളപ്പെടുത്തുന്നത് ഈ ലളിതഗാനത്തെ ചൊല്ലിയാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ എത്രയോ തവണ പരാമർശം നടന്നിരിക്കുന്നു. ഒന്നിനി ശ്രുതി താഴ്ത്തിപ്പാടുക പൂങ്കുയിലെ എന്നോമലുറക്കമായി ഉണർത്തരുത്. ആ ഒരു എന്താണൊരു ഗായകൻ്റെ, ആർക്കും പാട്ട് പാടാം, പക്ഷേ ആ ഒരു ഫീൽ, ആ ഒരു ശ്രീ ജയചന്ദ്രൻ നൽകുന്ന ചില വാക്കുകൾക്ക് അദ്ദേഹം നൽകുന്ന ചില സംഗതി എന്ന വാക്ക് ഉപയോഗിക്കാമെന്നറിഞ്ഞൂടാ, ആ ഒരു ആ ഒരു സ്ട്രെസ് എന്ന് പറയാം, ആ ഒരു ആലാപന ശൈലിയിലെ എൻ്റെ സംഗീതത്തെക്കുറിച്ച് ഇപ്പോൾ എനിക്ക് അവഗാഹ ജ്ഞാനമൊന്നുമില്ല, സാമാന്യ ജ്ഞാനം പോലുമില്ല. അപ്പോൾ അതിൻ്റെ സാങ്കേതിക പദങ്ങൾ ഒരു ഫ്ലോ ആയിട്ട് പറയാനിപ്പോൾ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും എന്നെ ആകർഷിച്ച ശ്രീ ജയചന്ദ്രൻ ഓർമ്മയായിരിക്കുന്നു ഗായകൻ. എത്രയോ ഗാനങ്ങളെ അദ്ദേഹത്തിൻ്റെ നാം കേട്ടിരിക്കുന്നു. വിഷമം തോന്നുന്നു. കാരണം മുമ്പ് തന്നെ ഞാൻ ശ്രീ ജയചന്ദ്രനെക്കുറിച്ച് 1-2 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളിൽ എൻ്റെ പ്രേക്ഷകരിൽ പലരും അത് കണ്ടിരിക്കും. ഇന്നലെ ഈ വാർത്ത കേട്ടപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിഷമം തോന്നി. നമ്മുടെ ഒരു ഭാവഗായകനായിരുന്നു ജയചന്ദ്രൻ. ജയചന്ദ്രന്
പകരം ശ്രീ ജയചന്ദ്രൻ മാത്രം. ഇപ്പോൾ പാതിരാസൂര്യൻ എന്ന ഒരു സിനിമയിലെ പാട്ട് ശ്രീ ജയചന്ദ്രനും ശ്രീ യേശുദാസും പാടുന്നുണ്ട്. സൗഗന്ധികങ്ങളെ ഉണരുവിൻ, സമാധിയിൽ നിന്നുണരുവിൻ. അപ്പോൾ പലർക്കും, എനിക്കും നിങ്ങളിൽ പലർക്കും ശ്രീ ജയചന്ദ്രൻ്റെ പാട്ടാവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുക. കാരണം അദ്ദേഹം നൽകുന്ന ആ ഒരു ഭാവ തീവ്രത, ഒരു ആലാപന ശൈലി, ചുരുക്കത്തിൽ ഒരു ജയചന്ദ്രൻ ടച്ച് ആ പാട്ടിൽ, അതൊരു നല്ല ഉദാഹരണമാണ്. കാരണം ഒരു സിനിമയ്ക്ക് വേണ്ടി 2 പ്രശസ്ത ഗായകർ ഗാനം പാടുന്നു. അപ്പോൾ ആ ഒരു വ്യത്യാസം സംഗീതത്തിൽ അവഗാഹജ്ഞാനം ഉള്ളവനും ഒട്ടും സംഗീതത്തെക്കുറിച്ച് അറിയാത്തവനും അത് മനസ്സിലാക്കാവുന്നുള്ളതേ ഉള്ളൂ. പിന്നെ മറ്റൊന്ന് വായിച്ചും ഒക്കെ കേട്ടിട്ടുണ്ട്. വലിയ ചിട്ടയായൊരു നമ്മുടെ SP ബാലസുബ്രഹ്മണ്യം സാറിനെ പോലെ വലിയ കടും ചിട്ടകളൊന്നും ശ്രീ ജയചന്ദ്രൻ ജീവിതത്തിൽ പാലിച്ചിട്ടില്ല. കാരണം ചിട്ട കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐസ്ക്രീം കഴിക്കാതെയോ അല്ലെങ്കിൽ മറ്റ് ചില ഗായകരൊക്കെ ചെയ്യുന്ന പോലെ ചില വലിയ ജീവിതചര്യകളൊന്നും അദ്ദേഹം നോക്കാറില്ല എന്ന് അദ്ദേഹത്തെ അടുത്തറിയുന്നവരൊക്കെ എഴുതിയും പറഞ്ഞും കേട്ടിട്ടുണ്ട്. ഏതായാലും ഒരു കന്യാകുമാരി ജില്ലക്കാരൻ എന്ന നിലയിൽ ഈ കന്യാകുമാരി ജില്ലയിലെ ശ്രീ P ജയചന്ദ്രൻ്റെ ആസ്വാദകരുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊള്ളുന്നു. ഭാവഗായകന് വിട. നമസ്കാരം സുഹൃത്തുക്കളെ.